നമസ്കാരം. എല്ലാവർക്കും A2 ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസുകളെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോഷകേതര ഘടകങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തിന് പോഷക ഘടകങ്ങളെ പോലെ തന്നെ അത്യാവശ്യമായ പോഷകേതര ഘടകങ്ങളാണ് ജലവും നാരുകളും തുടങ്ങിയവ. ഇവയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ജലത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ 2 ഭാഗവും ജലമാണ്. അതുപോലെ തന്നെ രക്തത്തിന്റെ 90%, തലച്ചോറിന്റെ 85%, എല്ലുകളുടെ 25% ജലമാണ്. ഇതുകൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ദഹനം പോലെയുള്ള പ്രക്രിയകൾക്ക് ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നതും ജലമാണ്. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്നും മൂത്രം, വിയർപ്പ് എന്നിവയുടെ രൂപത്തിൽ 2.5 ലിറ്ററോളം വെള്ളമാണ് നഷ്ടപ്പെടുന്നത്. ഇത് നമ്മൾ എന്തുമാത്രം ശുദ്ധജലം കുടിക്കണം എന്നതിന്റെ സൂചകമാണ് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നാരുകൾ അഥവാ ഫൈബേഴ്സ്. സസ്യ ആഹാരങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പോഷകേതര ഘടകമാണ് ഈ നാരുകൾ അഥവാ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇവ സെല്ലുലോസ് അടങ്ങിയിട്ടുള്ള ധാന്യത്തിന്റെ ഒരു രൂപമാണ്. പക്ഷെ ഇവയെ നമ്മുടെ ശരീരം ദഹിപ്പിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന് ഈ നാരുകളെ ദഹിപ്പിക്കാൻ കഴിയില്ല. ഇവ നമുക്ക് യാതൊരുവിധ പോഷക ഘടകങ്ങളൊന്നും തന്നെ പ്രദാനം ചെയ്യുന്നുമില്ല. എന്നാലും നമ്മുടെ ശരീരത്തിലെ വൻകുടലിനുള്ളിൽ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന് ഈ നാരുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പച്ചക്കറികൾ, ഇലക്കറികൾ, വാഴക്കൂമ്പ്, അതുപോലെ തന്നെ വാഴയുടെ തണ്ട്, ഇലക്കറികൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ഭക്ഷിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം നിലനിർത്തുന്നതിന് വളരെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പോഷകേതര ഘടകങ്ങളെ കുറിച്ചാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.